കൂട്ടുകാരെ, ഞാൻ ഇന്ന് ലിവർ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട കോഴിയുടെ ലിവറാണിത്. ഒരു 4 സവാള അരിഞ്ഞത്, നീളത്തിന് അരിഞ്ഞതാണ്. 10 ചെറിയ ഉള്ളി, പിന്നെ ഒരു 3 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി. അത് ഒന്ന് ചൂടാക്കിയതാണ് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ച് പിന്നെ ഈ തേങ്ങ കൊത്തുണ്ട്, തേങ്ങ അത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ തക്കാളി 2 എണ്ണം, ഇഞ്ചി ഇതുണ്ട്, 2 പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, മല്ലിയില, പിന്നെ മഞ്ഞൾപ്പൊടി, മസാലയും ചേർക്കും. ചട്ടി ചൂടാകാൻ വെച്ചു. ഈ ചൂടായി ചട്ടി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എൻ്റെ വീഡിയോയ്ക്ക് കുറേ പോരായ്മകളൊക്കെ ഉണ്ട് കൂട്ടുകാരെ, നിങ്ങൾ സഹിക്കണം കേട്ടോ. കടുകിട്ട്, കുറച്ച് കടുക്, എന്നാൽ ചൂടായി. കടുക് പൊട്ടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാ, കുറച്ച് ചുവന്ന് വരുന്നത് വരെ നോക്കട്ടെ. ചുമന്ന് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തേങ്ങ കൊത്താണ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒന്ന് ചുമന്ന് വരണം. പിന്നെ കൂട്ടുകാർ, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഉണ്ട്. മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്തിൻ്റെ ആ ഒരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഇതൾ കരിയപ്പല, ഉള്ളി, ഒരു 1.5 സ്പൂണ് കുരുമുളക് വേണം കേട്ടോ. ചെറിയ സ്പൂണ്, 1.5 സ്പൂണ് ലിവറല്ലേ, അതിന് കുരുമുളക് നല്ലത് 1.5 സ്പൂണ് വേണം. മീഡിയം സ്പൂണ്. ഉള്ളി ഒന്ന് ചുമന്ന് വരണം. ചുമന്ന് വരുന്നുണ്ട്. നമുക്ക് അടച്ചിട്ട് വേവിക്കാം, ചെറു തീയിലിട്ട് അടച്ച് വേവിക്കാം. അപ്പോൾ ആ ഉള്ളി ഒന്ന് വേകും. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, വെന്ത്. ഈ അടച്ചിട്ട് വേവിച്ചത് കൊണ്ട് അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. മൂത്ത് ചുമന്ന്. അടുത്തത് തക്കാളി
2 തക്കാളി അരിഞ്ഞത്, പച്ചമുളക്, കുരുമുളക് പൊടി 1.5 സ്പൂൺ വരും. അത് ലിവറിന് അത്യാവശ്യമാണ്, നല്ലത് വേണം ലിവറിന് കുരുമുളക് പൊടി. അതൊന്ന് തക്കാളി ഒന്ന് വരണം. ഇതേ തക്കാളി പച്ചമുളകും കുറച്ച് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ലിവർ ഇട്ട് കൊടുക്കുന്നു. കഴുകി വെച്ചിരുന്ന ലിവർ അതിലേക്ക് മഞ്ഞൾപ്പൊടി, സിമ്പിളാണ് അത് വയ്ക്കാൻ കേട്ടോ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ വേണം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മസാലപ്പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി, മുളക് പൊടി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചതാണ്. കുറച്ച് ഉപ്പല് ചേർത്തോളൂ. ഉള്ളി ഒന്ന് നോക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർക്കണ്ട. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി അതിലേക്ക് നമുക്ക് കുറച്ചൊരു കരിവേപ്പില അപ്പം ചേർത്ത് കൊടുക്കാം. കുറച്ച് അത് ചെറു തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. മല്ലിയില, കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പില ആയി. ഇനി ഇറക്കാം. റെഡിയായി. ബീഫ് ലിവർ പെരട്ട് റെഡിയായി. കൂട്ടുകാരെ, ലിവർ പെരട്ട് റെഡിയായി. ലിവർ പെരട്ട് റെഡിയായി. പുട്ടാണ്, പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ്. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്. കഴിക്കട്ടെ കൂട്ടുകാരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.